ദേശനിവാസികളെ, പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് മനുഷ്യരോട് അറിയിക്കുവാനുള്ള ഒരു സദ്വാർത്ഥവുമായി ബന്ധപ്പെട്ടാണ് ടീം അംഗങ്ങളുടെ വന്നത്. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ യുഗം അവസാനിക്കും. മനുഷ്യരായിരിക്കുന്ന നമ്മെ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവം എന്തിനാണ് ഈ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്? ഒരു ഉദ്ദേശം എന്താണ്? ഈ ലക്ഷ്യത്തെക്കുറിച്ചും ആ മാർഗത്തെക്കുറിച്ചും വ്യക്തമായി ദൈവരാജ്യ സുവിശേഷം നമ്മോട് അറിയിക്കുന്നു. മനോഹരമായിരിക്കുന്ന ഒരു പാട്ട് ആദ്യം കേൾക്കുക. രണ്ടാമത് മുപ്പതാം ജീവിത നിമിത്ത സമയം ഈ സന്ദേശം ശ്രമിക്കുവാൻ വളരെ താഴ്മയോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സോദരരെ, അർത്ഥമെന്നു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. അക്ഷരത്തേക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തേക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കു മാത്രമെന്ത്. അക്ഷരത്തേക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തേക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കു മാത്രമെന്ത്. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. അഹങ്കരിക്കും, പിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും, ഡിഗ്രിക്കും പീജിക്കും ഗ്രാജുവേഷൻ സെറിമണിക്കും, ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും. അഹങ്കരിക്കും, പിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും, ഡിഗ്രിക്കും പീജിക്കും ഗ്രാജുവേഷൻ സെറിമണിക്കും, ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. യേശുവിൻ സ്വർഗ വിദ്യാഭ്യാസേ, നേടുക ജീവനും സ്വർഗ ശരീരവും. പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ പൈതലായി പാടിടാൻ ഈ ഭൂമിയിൽ യേശുവോടൊപ്പമായി ചേരുക യേശുവിൻ സ്വർഗ വിദ്യാഭ്യാസേ, നേടുക ജീവനും സ്വർഗ ശരീരവും. പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ പൈതലായി പാടിടാൻ ഈ ഭൂമി യേശുവോടൊപ്പമായി. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ദൈവത്തിന് മഹത്വം. ദൈവമൊരുക്കിയ
ഭാവിയിൽ നിന്ന് അടർന്നു പോയവരെ ദൈവം തിരികെ വിളിക്കുന്നു. ഒന്നുകൂടി പറയാം ദേശത്തോട്, ഒന്നുകൂടി പറയാം ഈ ശബ്ദ കാഴ്ചകൾ കേൾക്കുന്നവരോട്, ദൈവം ഒരുക്കിയ ഭാവിയിൽ നിന്ന് അടർന്നു പോയവരെ ദൈവം തിരികെ വിളിക്കുന്നു. അടർന്നു പോയത് നശിച്ചു പോകും. എന്നാൽ ദൈവത്തിന്റെ ഭാവിയിലേക്ക് കടന്നു വരുന്നവർ യഥാസ്ഥാനത്ത്. ഈ സന്ദേശം ഒരു അർജന്റ് കോളിംഗ് ആണ്, എമർജൻസി കോളിംഗ്. ഇത് സഭയോടെ കേട്ട് ഈ സന്ദേശത്തിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ചും മരണത്തിലും കുടുങ്ങിപ്പോയ നമ്മളോട് ദൈവം അറിയിക്കുന്ന സ്നേഹ സന്ദേശമാണ് ഈ ദേശത്തിലൂടെ കടന്നു പോകുന്ന ഈ ടീമിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ റോഡിലൂടെ പലരും വണ്ടിയിൽ കടന്നു പോകുന്നു, പലരും ഇവിടെ ബിസിനസ് ചെയ്യുന്നു. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവരാരും ഇവിടെ ഇല്ലായിരുന്നു, മറ്റു ചിലരായിരുന്നു. അവരെല്ലാം മരണം കീഴടക്കി. ഇന്ന് ഈ മണ്ഡലത്തിലായിരിക്കുന്ന നമ്മളെയും മരണം കീഴടക്കി ദൈവം ഒരുക്കിയ ഭാവി അനുഭവിക്കാൻ കഴിയാതെ നമ്മൾ നഷ്ടപ്പെടും. നമ്മൾ അധ്വാനിച്ചതും ചേർത്ത് വെച്ചതുമെല്ലാം മരണം കൊണ്ടുപോകും. മരണമെന്ന മഹാഭീകരതയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ഈ ലോകത്തിൽ ഒരു വിദ്യാഭ്യാസ സംവിധാനമില്ല, ഒരു ഹോസ്പിറ്റൽ സംവിധാനമില്ല, ഒരു പൊളിറ്റിക്കൽ സംവിധാനവുമില്ല. എന്നാൽ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ദൈവം ഒരുക്കുന്ന ഭാവിയിലേക്ക് പ്രിയ മകനെ, പ്രിയ മകളെ, നീ കടന്നു വരുന്നുവെങ്കിൽ മരണത്തിൽ നിനക്ക് പരിഹാരമുണ്ടെന്ന് മാത്രമല്ല, നിത്യം ദൈവത്തിന്റെ മകനായി ദൈവിക അധികാരത്തിന്റെ കീഴിൽ ദൈവ കുടുംബത്തെ ജീവിക്കുകയും ഈ ഭൂമിയുടെ ഭരണം കയ്യിലെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും നിയമിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. അതാണ് നമ്മുടെ ഭാവി. ഞങ്ങളുടെ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു പ്രസംഗിച്ച് ഞങ്ങളെ ചുമതല ഏൽപ്പിച്ച രാജ്യത്തെ സുവിശേഷം നിങ്ങളെ അറിയിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ ഒരു ജാതിയുടെ പുസ്തകമല്ല, മതത്തിന്റെ പുസ്തകമല്ല, സംഘടനയുടെ ഗ്രൂപ്പിന്റെ പുസ്തകമല്ല. സർവ മാനവർക്കും വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവിക സന്ദേശമാണ്. മനുഷ്യരുടെ ഭാവിയാണ് അറിയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി, അത് ദൈവത്തിന്റെ മക്കളായി ദൈവത്തോട് കൂടെ വസിച്ച് ഈ ഭൂമിയുടെ ഭരണം നാം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിൾ അതിന്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 28-ാം വാക്യത്തിൽ തന്നെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യനെ ദൈവം സത്യച്ചാർച്ചയും അനുഗ്രഹിച്ചവൻ ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാനാണ്. അതാണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവി. എന്നാൽ മനുഷ്യർ പാപനിമിത്തം ആ ഭാവിയിൽ നിന്ന് അന്യപ്പെട്ട് മരണത്തിന്റെ കീഴിലായി പിശാചിന്റെ കീഴിലാകുവാനായിട്ടിടയായി. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ വീണ്ടും ആ ദൈവം നമുക്കൊരുക്കുന്ന ഭാവനയിലേക്ക് തിരിച്ചെത്തുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നു എന്ന സദ്വാർത്തയാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഇങ്ങനെയാണ് അറിയിച്ചത്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം
സമീപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആധിപത്യം സമീപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഭരണം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെടുക. ഞാനും നിങ്ങളും ദൈവത്തെ തള്ളിയ സ്ഥാനത്ത് നിന്ന് മനസ്സിനന്തരം വരുത്തി ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ ദൈവത്തെ സംഗ്രഹീ ചെയ്തുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഞാനും നിങ്ങളിൽ ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ, ദൈവത്തിന്റെ മക്കളായി ജീവിപ്പാൻ, ഈ ഭൂമി രാജാക്കന്മാരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ക്ഷണിക്കുന്നതിന്റെ പേരാണ് രാജ്യത്തെ സുവിശേഷം. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തോടുകൂടെ അപ്പനോടുകൂടെ ജീവിക്കുന്നതാണ് സുവിശേഷം, നല്ല വിശേഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. അതിനെന്ത് വേണം? അതിൽ നാം മനസ്സിന് അന്തരം വരുത്തണം. ഇനി ഞാൻ സ്വന്തം വഴികളിൽ ജീവിക്കത്തില്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളൊരു തീരുമാനമെടുക്കുവാൻ തയ്യാറാക്കണം. ഇതിന്റെ പേരാണ് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഇങ്ങനെ പ്രസംഗിച്ചു, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും ദൈവത്തിനാൽ യേശുക്രിസ്തുവിന്റെ വിശ്വാസം. ഇത്രയും നേരം നിങ്ങൾക്ക് എത്രയും ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുക, ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് എങ്കിൽ എന്റെ പ്രിയമാരെ, നിങ്ങളിന്ന് തീരുമാനമെടുക്കുന്ന നല്ലൊരു സ്റ്റെപ്പാണ്. എന്നാൽ നമുക്ക് തിരികെ ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാനും അവിടെ ജീവിക്കുവാനും നീതിമാനായ ദൈവത്തോടുകൂടി ജീവിക്കാൻ പാപികളായ നമുക്ക് കഴിയാതിരിക്കുമ്പോ ദൈവം അതിനൊരു വഴിയൊരുക്കി നമ്മുടെ പാപങ്ങൾ മാഞ്ഞിട്ടുവാൻ, ക്ഷമിക്കപ്പെടുവാൻ, ആകാശകൾ മനുഷ്യരെ മറ്റൊരു നാമമില്ലാതിരിക്കെ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമാക്കി. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും ദൈവം അയച്ചിട്ടാണ് കരുത വന്നതെന്നും മരിച്ചത് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്നും നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപെട്ടത് തുടങ്ങുന്ന നാളുകളിൽ യേശുവിനെ അനുസരിച്ച് അനുഗമിക്കാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ദൈവനെ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല പാപങ്ങളെയും പരിഹാരമായിട്ടാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്ന വിശ്വസിച്ചെടുക്കുമ്പോൾ ഇതിന്റെ സകല പാപങ്ങളിൽ യേശു ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ചൗന്ദര്യ ഭാവത്തിലേക്ക് നിന്നെയും പാപങ്ങൾ കടന്നുപോയി എന്ന് നീ തിരിച്ചറിയും. തുടർന്ന് ഇതാ ദൈവത്തോടുകൂടെ ജീവിച്ചാൽ യേശു ക്രിസ്തു മുഖാന്തരം യേശു എന്ന ഒരേ ഒരു വഴിയിലൂടെ നിനക്ക് സാധ്യമാകുമെന്നുള്ള സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ എന്നോടൊത്ത് ചോദിക്കുന്നുവെങ്കിൽ മകളെ ദൈവത്തിന്റെ വചനീയാണ് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചന്വേഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. അത്യുന്നതനായ സ്വർഗ്ഗസ്ഥ പിതാവ്, രക്ഷകനായ സ്വർഗ്ഗസ്ഥ പിതാവ് ഒരുക്കിയ മുഖാന്തരമാണ് തന്റെ പുത്രനായ ക്രിസ്തു നമ്മൾ രക്ഷകരായി കടന്നു വന്നിരിക്കുന്നത്. ദൈവമൊരുക്കിയ മുഖാന്തരമായ ദൈവത്തിനായ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവെ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് രാജാവായി, അങ്ങ് കർത്താവായി കടന്നു പറയണമേ. തുടർന്നുള്ള നാളുകളിൽ ഇന്ന് വരെ ഞാൻ ജീവിച്ചതുപോലെയല്ല, അങ്ങേ അനുസരിച്ചും അനുഗമിച്ചും ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് ഇതാ ഞാൻ ഹൃദയസമ്മതം ചെയ്യുന്നു എന്ന് ആ യേശു ക്രിസ്തുവിനോട് ദൈവപുരുഷന്റെ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ച് ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിന്റെ പ്രിയമകളെ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഭാവിയിലേക്ക്, മനുഷ്യർ അടർന്നുപോയ ആ ഭാവിയിലേക്ക് നിനക്ക് തിരികെ വരാമെന്ന് പ്രിയമകളെ നിന്നെ ഓർപ്പിക്കുകയാണ്. ഈ സന്ദേശമാണ് രാജ്യത്തിന്റെ സുവിശേഷം. ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിലേക്ക് നീ മടങ്ങി വന്നാൽ ദൈവത്തിന്റെ മകനായി ക്രിസ്തുവിൽ ദൈവത്തോടുകൂടെ യെരൂശലേമിൽ ജീവിക്കുകയോ മാത്രമല്ല ഈ ഭൂമിയുടെ നാടിയാതെ രാജാവായി നിത്യം നീ നിന്റെ ഭാവി സുരക്ഷിതമാകുമെന്നുള്ള കാര്യം, മരണം വിട്ട് ദൈവത്തോടുകൂടെ ജീവിക്കാമെന്നുള്ള കാര്യവും നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങൾക്ക് രണ്ട് നോട്ടീസ് നൽകിയിട്ടും
കൊടുത്തിട്ടുണ്ട്. ആ ഒരു നോട്ടീസിൽ ആദ്യത്തേത് ഞങ്ങളുടെ പ്രസംഗിച്ച രാജ്യത്തെ സുവിശേഷമാണ്. ഞങ്ങളുടെ പ്രസംഗിച്ചത് നിങ്ങൾ മറന്നുപോകും, എന്നാൽ ആ നോട്ടീസിലൂടെ നിങ്ങൾ മറക്കത്തില്ല. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എന്നെ കുറിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവി എന്താണെന്ന് മനസ്സിലാക്കി ആ ഭാവനയിലേക്ക് കടന്നു വരുവാൻ കഴിയും. അപ്പോൾ തന്നെ അതിന്റെ ഒരു രണ്ടാമത്തെ നോട്ടീസുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ ദിശയിൽ പൂക്കാട്ടി വെടിക്കരുത് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 23 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പ്രാർത്ഥനാലയമുണ്ട്, ധ്യാന കേന്ദ്രമുണ്ട്. ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസത്തിന്റെ ആദ്യ തിങ്കളാഴ്ച ആരംഭത്തിൽ ഞായറാഴ്ച അവസാനിക്കുന്ന തിരുവചന ധ്യാനമുണ്ട്, ദൈവരാജ്യ സുവിശേഷ ധ്യാനമുണ്ട്. കൂടുതലായതിനെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അങ്ങോട്ട് കടന്നു വരാം. ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അടുത്ത ധ്യാനം 2026 ഫെബ്രുവരി 2-ാം തീയതിയാണ്. നിങ്ങളേവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ജീവിതത്തിൽ എനിക്ക് താങ്ങായ ആരുമില്ല, തങ്ങളായ ആരുമില്ല, ഞാൻ അന്യപ്പെട്ടവനാണ്, ഞാൻ തള്ളപ്പെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പ്രിയമകളെ അതാണ് ഈ ലോകത്തിന്റെ ഗതി. അങ്ങനെയാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഗതി. എന്നാൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവുണ്ട് എന്ന്, നിന്നെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട് എന്ന്, നിന്നെ കാത്തിരിക്കുന്ന ഒരു സ്നേഹിയായ പിതാവുണ്ട് എന്ന് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടി ആ തന്റെ ശാന്തനെ ക്രിസ്തുവായി ഭരിക്കാൻ നിങ്ങളേവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ദൈവരാജ്യ സുവിശേഷത്തിന് കൂടുതലായി അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ അവർക്ക് കടന്നു വന്നാതെ മറ്റന്മാരാണ്. ഈ ഫെബ്രുവരി മാസ ശുശ്രൂഷ നിങ്ങളേവരെ ഹാർദവമായി ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ ദൈവം ഏൽപ്പിച്ച ഈ എമർജൻസി സന്ദേശം യുഗം അതിന്റെ അന്ത്യത്തോട് അടുത്തിരിക്കുന്നു. ഈ എമർജൻസി സന്ദേശം ക്രിസ്തു പറഞ്ഞു, ഞാൻ മറ്റ് പട്ടണങ്ങളിൽ ദൈവരാജ്യ സുവിശേഷം പ്രസംഗിക്കേണ്ടതല്ലോ, അതിനായിട്ടല്ലോ എന്നെ പിതാവ് അയച്ചിരിക്കുന്നത്. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇതാ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച അടുത്ത ദേശത്തേക്ക് യാത്രയാകുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ്, ഈ ദേശവാസികൾക്കായി സ്തോത്രം. ഇവിടെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ വേണ്ടി ഒരുക്കിയ ഭാവി അതിൽ ഞങ്ങൾ അടർന്നു പോയെങ്കിലും വീണ്ടും തിരികെ ആ ഭാവിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ അങ്ങ് ആഗ്രഹിക്കുമ്പോൾ ആ സന്ദേശം അങ്ങയുടെ അറിയിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ദേശവാസികളെ അനുഗ്രഹിക്കുന്നു. ഇവരും ഇവരുടെ തലമുറകളും ഇവർക്കുള്ളതെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കൃഷിമണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ മാതാപിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ അനുഗ്രഹം ഈ ഭൗതിക മണ്ഡലത്തിൽ മാത്രമല്ല, അങ്ങയോടുകൂടിയുള്ള നിത്യമായ ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും അതിനായി ജനത്തെ, ഈ ദേശത്തെ, ഈ ശബ്ദ കാഴ്ച വരേണ്ടവരെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളിതാ കടന്നു പോകുന്നു. സർവ്വമഹത്വം അങ്ങേക്ക് ദേശവാസികളെ നന്ദി, നമസ്കാരം.